ഇപ്പോൾ രശ്മി ജോമോൻ വത്തിക്കാനിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രശ്മി, എല്ലാവരുടെയും ലോകത്തെ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന സഫലമായിരിക്കുന്നു. മാർപ്പാപ്പയെ നമ്മൾ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ദിവസത്തിനകം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വിശ്വാസികളിലേക്ക് എത്താനും ആ വാക്കുകൾ ശ്രമിക്കാനും കഴിഞ്ഞതു എന്നത് വലിയൊരു ഭാഗ്യമായി കാണുന്നു, ഈശ്വര അനുഗ്രഹമായി കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ദൈനംദിന കാര്യങ്ങളിലൊക്കെ തന്നെ പൗരോഹിത്യത്തിലൊക്കെ പാപ്പയുടെ ഒരു ഇടപെടൽ, മാർപ്പാപ്പയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇരട്ട ന്യൂമോണിയ ബാധിച്ച് ഫെബ്രുവരി 14 88-കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ജമേലി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. പിന്നീട് കുറച്ച് ഭേദം ഉണ്ടായി എങ്കിൽ പോലും പിന്നീട് വീണ്ടും അവസ്ഥ വളരെ മോശമാവുകയാണ് ഉണ്ടായത്. എന്നാൽ പ്രത്യേക ചികിത്സാ വിഭാഗം ഡോക്ടർമാരുടെ ഒരു സംഘം നേതൃത്വത്തോടുകൂടി വളരെ നല്ല രീതിയിൽ തന്നെ മാർപ്പാപ്പ മടങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഏകദേശം ഇവിടെ റോമൻ സമയം 12 മണിയോടുകൂടി മാർപ്പാപ്പ ജമേലി ഹോസ്പിറ്റലിലെ ജനാലയ്ക്കരികിൽ വന്ന് കൈവീശി താഴെ ഒന്നടങ്കം നിൽക്കുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം അവരോട് 2 ഭാഷയിൽ കൂടുതലായി സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഇത് നോക്കിക്കാണുന്നത്. അടുത്ത് തന്നെ അദ്ദേഹം തിരിച്ച് വത്തിക്കാനിലെ തൻ്റെ റൂമിലേക്ക് വരുമെന്നും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അതുപോലെ ഔദ്യോഗികമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുമെന്നുമാണ് നമുക്ക് കിട്ടിയ വിവരം. എത്ര ദിവസം കൂടി ഇനി അവിടെ കഴിയേണ്ടി വരും രശ്മി? കാരണം നമ്മളൊക്കെ അത് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. എങ്കിൽ പോലും അടുത്ത് തന്നെ ഡിസ്ചാർജ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടുത്തെ വത്തിക്കാൻ വൃത്താന്തം അറിയിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം വളരെ ആരോഗ്യവാനാണ്, വളരെ സന്തോഷവാനാണ്. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിച്ചിരിക്കുന്നു. ഏകദേശം 37 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവസാനത്തെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് അടുത്ത് തന്നെ വത്തിക്കാനിലേക്ക് ജമേലി ഹോസ്പിറ്റൽ വിട്ടുവരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.